പശ്ചിമേഷ്യയിലെ അസമാധാനം, വർദ്ധിച്ചു വരുന്ന അക്രമം, അത് ഭാരതത്തെ എപ്രകാരമൊക്കെ ബാധിക്കും? തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമുക്കറിയാവുന്ന പോലെ അവസാനത്തെ ഇസ്രായേലുകാരനും എറണാകുളത്തു നിന്ന് പോയി കഴിഞ്ഞു. അങ്ങനെ ജൂത അവരെ രണ്ട് കൈകളും നീട്ടി അവരെ സ്വീകരിച്ചതാണ്. പലായനം ചെയ്ത സമയത്ത് അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ ലോകമെമ്പാടും നടന്നിരുന്ന സന്ദർഭത്തിൽ ഈ ഷിക്കാഗോ പ്രസംഗത്തിൽ വിവേകാനന്ദൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണിത്. ലോകത്തിലെ എല്ലാ മതങ്ങളും അഭയാർത്ഥികളായി വന്നപ്പോൾ ഇരു കൈകളും നീട്ടി ആശ്ലേഷിച്ച ഒരു മതം, ആ മതത്തിൻ്റെ പേരാണ് ഹിന്ദു എന്നുള്ളത് എന്ന് സ്വാമി വിവേകാനന്ദ. അങ്ങനൊരു ബന്ധം നമ്മളുമായിട്ട് അവർക്കാണ്. അതിൻ്റെ കൂറിപ്പോഴും കാണിക്കുന്നുമുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിൽ നിന്ന് എറണാകുളത്ത് താമസിച്ചിരുന്ന, മട്ടാഞ്ചേരിയിൽ താമസിച്ചിരുന്ന ആളുകളെ മാത്രമല്ല, ഇപ്പോഴും പോകുന്ന ആൾക്കാരെ എല്ലാം നല്ല സൗഹൃദത്തോടെ അവർ സ്വാഗതം ചെയ്യുകയും നല്ല ശമ്പളമുള്ള ജോലികൾ കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പശ്ചിമേഷ്യയിൽ ആളിക്കത്തുന്ന ഈ വർഗീയ വൈരത്തിൻ്റെ തീ അവരെ എല്ലാം അസമാധാനത്തിലാക്കിയിരിക്കുന്നു. മാത്രമല്ല 2 പേര് ഇതിനോടകം മരിച്ചു. പലരും ഇപ്പോൾ ഭീതിയിലാണ് കഴിയുന്നത്. സൈറൺ വരുമ്പോൾ അവരിപ്പോൾ അണ്ടർഗ്രൗണ്ട് ഡഞ്ചിയനുകളിലേക്ക് നീങ്ങേണ്ട ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ അവരങ്ങനെ പേടിച്ചാണ് ജീവിക്കുന്നത്. ഏതൊക്കെ തരത്തിലേക്ക് നമ്മെ ഇത് ബാധിക്കുക? ഇങ്ങോട്ട് അവർക്ക് വരാൻ പറ്റുന്നില്ല, അവർക്ക് ഇങ്ങോട്ട് പണം അയക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ഇപ്പോൾ യുദ്ധകാലമാണ്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ലെബനനിലേക്ക് ഇസ്രായേലി പോർ വിമാനങ്ങൾ 300ഓളം പോർ വിമാനങ്ങൾ ആക്രമണം നടത്തി. അതിൻ്റെ തിരിച്ചടി ഉണ്ടാകുമെന്ന ഭീതിയിൽ ഇറാനിൽ അവരുടെ ഹമാസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ വകവരുത്തി അതിൻ്റെ തിരിച്ചടി ഉണ്ടാകുമെന്ന ഭീഷണിയിൽ, അതുപോലെ ഹെസ്ബുള്ള ഗ്രൂപ്പ് ഇപ്പം ഇസ്രായേലിലേക്ക് തിരിയുമെന്നുള്ള ഭീഷണിയിൽ. അറബ് രാജ്യങ്ങളൊന്നും ചെയ്യത്തില്ല കേട്ടോ, അവർക്ക് സാമ്പത്തികമായിട്ടുള്ള താല്പര്യമുള്ളൂ, വർഗീയമായ ഒരു താല്പര്യമില്ല. ആ കാര്യത്തിൽ ഇത് വളരെ ഭേദമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ അവർ മതത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. പാലസ്തീൻ എന്ന് പറയുന്നത് എല്ലാവരും പാലസ്തീൻ്റെ സ്വാതന്ത്ര്യം, പാലസ്തീൻ അഭയാർത്ഥികളുടെ പ്രശ്നമെന്നും പറഞ്ഞ് കേരളത്തിലും ഡിബേറ്റ് നടത്തിയല്ലോ. പാലസ്തീൻ്റെ നന്മയ്ക്ക് വേണ്ടി അവരെന്ത് ചെയ്തു? ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു മന്ന പോലെ ആകാശത്ത് നിന്ന് വീണതല്ല, മരുഭൂമിയായിരുന്നു. പലസ്തീൻ പോലൊരു വെറും ഒരു മരുഭൂമി. കഠിനാധ്വാനം കൊണ്ട് ഇസ്രായേലുകാർ അവിടെ ഒരു സ്വർഗം നിർമ്മിച്ചു. ആ സ്വർഗത്തിലേക്ക് അതിൻ്റെ പ്രയോജനം ചുറ്റുമുള്ള പലസ്തീനികൾക്കും ഉണ്ടായി. ഇസ്രായേലി ജനസംഖ്യയുടെ 20% അറബ് വംശജരാണ്. നല്ല ശമ്പളവും കൂടെ കൊടുത്തു താമസിപ്പിക്കുന്നു. പക്ഷേ ഒരിക്കൽ ഹമാസ് ഇങ്ങോട്ട് ആക്രമണം നടത്തിയപ്പോൾ, ഈ ബന്ദികളാക്കി കൊച്ചു കുട്ടികളെ കൊണ്ടുപോയപ്പോൾ, ഭർത്താക്കന്മാരുടെ മുമ്പിൽ ഭാര്യമാരെ ബലാത്സംഗം ചെയ്തപ്പോൾ 240ഓളം പേരെയാണ് കൊണ്ടുപോയത്. ആ വംശജ അവർ മതത്തിൻ്റെ പേരിലാണ്, മറ്റൊന്നും കൊണ്ടല്ല. അവർ ഹമാസിനോടൊപ്പം നിന്നു, അവരെ സപ്പോർട്ട് ചെയ്തു, പിന്തുണച്ചു. അങ്ങനെയാണ് വളരെ അരക്ഷിതാവസ്ഥയിലായി ഇസ്രായേൽ. അപ്പോൾ സ്വന്തം താല്പര്യം സംരക്ഷിക്കണമല്ലോ. അപ്പോൾ അവരാദ്യം ആകാശ യുദ്ധങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കരയുദ്ധത്തിലേക്ക് നീങ്ങി. കരയുദ്ധം നടത്തിയപ്പോൾ വന്ന തടസ്സം എന്താ? ആശുപത്രികൾ, അതുപോലെ തന്നെ സ്കൂളുകൾ, അതിനടിയിലൊക്കെ ഭൂഗർഭ അറകൾ സ്ഥാപിച്ച് അതിനുള്ളിലാണ് സുഖലോലുപരായിട്ട് ഹമാസ് തീവ്രവാദികൾ. അവരുടെ ക്യാമ്പ് അവിടെ. ആ ക്യാമ്പുകൾ നശിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മിസൈലുകൾ ടാർഗറ്റ് ചെയ്ത് അയക്കണം. ഈ ടാർഗറ്റ് ചെയ്ത് അയക്കുമ്പോൾ ഈ കൊച്ചുകുട്ടികളെയും അതുപോലെ രോഗികളെയും വിദ്യാർത്ഥിനികളെയൊക്കെ മുമ്പിൽ നിർത്തും. ഒരു മടിയില്ല അവർക്ക്. ക്രൂരന്മാരാണ്, ചെന്നായ്ക്കളെ പോലെ രക്തദാഹികളാണ്. അവരുടെ തന്നെ കുട്ടികളെ കൊല്ലുന്നതിൽ ഒരു വിരോധമില്ല. അങ്ങനെ കൊന്നും മരിച്ച് അത് ശവങ്ങളായി കഴിയുമ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. പലസ്തീനിലെ പാവപ്പെട്ട കുട്ടികൾ, അതുപോലെ അഭയാർത്ഥി ക്യാമ്പിലെ ആൾക്കാർ, അതിനടിയിലുമുണ്ട് ഇവരുടെ ഭൂഗർഭതാവളങ്ങൾ. അവരെയെല്ലാം ഇസ്രായേൽ നശിപ്പിച്ചു കളഞ്ഞു, കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞ് ദയനീയമായ ചിത്രങ്ങൾ ലോകമെമ്പാടുമുള്ള പത്രങ്ങൾ. അതായത് ഒരു പ്രത്യേക വിഭാഗം ഈ ഒരു മേഖലയെ ആകമാനം കൈപ്പിടിയിൽ ഒതുക്കി ചുറ്റും വളഞ്ഞിരിക്കുക മറ്റു രാജ്യങ്ങൾക്ക് വളരെ അസമാധാനം സൃഷ്ടിച്ചുകൊണ്ട് ലെബനൻ, അതുപോലെ തന്നെ സിറിയയിലെ ഒരു വിഭാഗം ഹൂത്തി വിമതർ, ഇവരെല്ലാം കൂടി അവരെ ഇറാൻ ഈ ഇസ്രായേലിനെ നശിപ്പിക്കുമെന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള രാജ്യമാണ്. അതുപോലെ ഖത്തറാണ് ഹമാസ് തീവ്രവാദികൾക്ക് ഇടത്താവളം ഒരുക്കി കൊടുക്കുന്നത്. അവിടെ തന്നെയാണല്ലോ നമ്മുടെ അൽ ജസീറ ചാനലും. ഇവർക്കെല്ലാം വേണ്ട ബൗദ്ധികവും ആശയപരവുമായിട്ടുള്ള പിന്തുണ നൽകുന്നു. അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തങ്ങൾ സ്വാതന്ത്ര്യ സമര പോരാളികളാണെന്നൊരു ഇമേജ് സൃഷ്ടിക്കാൻ സാധിക്കുന്നത് അവരെ കൊണ്ടാണ്. LTT തീവ്രവാദികൾക്ക് അറിയാമല്ലോ, നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരു ആശയ കേന്ദ്രം ഉണ്ടായിരുന്നു ലണ്ടനിൽ. അവർ സ്വാതന്ത്ര്യ സമരം നടത്തുകയാണ്, ഒരു ജനാധിപത്യ രീതിയാണ് എന്നൊക്കെ. വേലുപ്പള്ളി പ്രഭാകരൻ ഇവിടെ ഇരുന്നുകൊണ്ടോ സിംഹളരെ കൊല്ലുകയും അതുപോലെ തന്നെ അദ്ദേഹം തന്നെ പല ബലാത്സംഗങ്ങൾക്കും നേതൃത്വം കൊടുത്തിട്ടുണ്ടെന്നുമാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ക്യാമ്പുകളിൽ തന്നെ.
അദ്ദേഹത്തിനെ ഒരു വീരപുരുഷനായിട്ട് ചിത്രീകരിക്കാൻ എന്ന് പറയുന്നത് പോലെ ഈ ഹമാസിന്റെ കുട്ടികളെ വരെ കൊല്ലുന്ന ഈ ചെന്നായ്ക്കളെ സമാധാനത്തിന്റെ അപ്പോസ്തോലന്മാരായിട്ട് ചിത്രീകരിക്കാനുള്ള ഒരു ചാനൽ അവിടെ ഖത്തറിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ഇടക്കാലത്ത് ഈ അറബ് രാജ്യങ്ങളെല്ലാം ഈ ചാനലിന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ ഖത്തറിനെ ഒറ്റപ്പെടുത്തിയിരുന്നു. പക്ഷേ ഹമാസിന്റെ ഏറ്റവും വലിയ നേതാവ്, ആഡംബര ലോലുപനായ വലിയ കാറുകളിൽ സഞ്ചരിക്കുന്ന ആള് ഖത്തറിലാണ് സുരക്ഷിതമായിട്ട് വാണത്. ആ മനുഷ്യൻ ഒരു ദിവസം ഇറാനിലേക്ക് പോയി. ഇറാനിലേക്ക് പോകുമ്പോഴും വമ്പിച്ച സുരക്ഷ. മൊസാദിന്റെ കഴിവ് അദ്ദേഹത്തിന് അറിയാം. ഇസ്രായേലി ചാരവലയത്തിന്റെ കഴിവ് അദ്ദേഹത്തിന് അറിയാം. അവിടെയും സുരക്ഷിതനായിട്ട് ഭൂഗർഭ താവളത്തിലാണ് കഴിഞ്ഞത്. പക്ഷേ അവിടെ നിന്നും ഒരു നിമിഷം പുറത്ത് ഇറങ്ങിയപ്പോൾ ഇസ്രായേലിന്റെ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്ത് അവിടെ വെച്ച് തന്നെ കൊന്നു. ഇറാന്റെ ചെപ്പക്കുറ്റി കേട്ട് വലിയൊരു അടിയായിരുന്നു അത്. അപ്പൊ അങ്ങനെ സംഘർഷഭരിതമാണ്. ഇസ്രായേലിന് നേരെ എപ്പോഴും വേണമെങ്കിലും തിരിച്ചടി വരിക. പറഞ്ഞു കഴിഞ്ഞു, ലെബനൻ പറഞ്ഞു, ഇറാൻ പറഞ്ഞു, അതുപോലെ തന്നെ ഈ ഹമാസ് പറഞ്ഞു ഇതിന് തിരിച്ചടി കൊടുക്കും, ഉണ്ടാവുകയും ചെയ്തു. ഹെസ്ബള്ള ഗ്രൂപ്പിന്റെ അതിശക്തമായ ഗ്രൂപ്പാണ്. അവർ 300ഓളം റോക്കറ്റുകളാണ് ഇസ്രായേലിലേക്ക് അയച്ചു. 300ഓളം. ആകപ്പാടെ ഒരാൾ മാത്രമേ മരിച്ചുള്ളൂ. അത് മലയാളിയല്ല, അവിടുത്തെ ആളുകൾ തന്നെയാണ് മരിച്ച. പ്രായം തീരെ കുറവുള്ള ഒരു നാവികനാണ്. അതായത് 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു നാവികനാണ്. പക്ഷേ ഇതിങ്ങനെ റോക്കറ്റുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എത്രയോ നഴ്സുമാരുണ്ട്, സുഖമായിട്ട് കഴിയുന്ന ആൾക്കാർ. ആ സുഖമായിട്ട് ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട്. സുഖമായിട്ട് നല്ല ശമ്പളത്തോടു കൂടി കുഴപ്പമൊന്നും ഇല്ലാതെ കഴിയുന്ന റോക്കറ്റുകളെ പേടിച്ച് അവരുടെ കുട്ടികൾക്ക് സുരക്ഷയുണ്ടോ? അവർക്ക് സുരക്ഷയുണ്ടോ? നമുക്കറിയാമല്ലോ, ഇവരയച്ച ഒരു മിസൈൽ, ഹമാസ് അയച്ച ഒരു മിസൈൽ റോക്കറ്റ് ഒരു വീടിനകത്തേക്ക് കിടന്ന് മലയാളി മരിച്ചത് നമുക്കറിയാം. അതിനെക്കുറിച്ചൊന്നും ആർക്കും ഒരു ചിന്തയില്ല. അവിടെ ചുറ്റും കൂടിയിരുന്നു കൊണ്ട് അവിടുത്തെ തീവ്രവാദികൾക്ക് സുരക്ഷ നൽകാനായിട്ട് ഒരു മറയായിട്ട് അവർ ഉപയോഗിക്കുന്ന ഇവിടങ്ങളിലേക്ക് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് ഈ മിസൈലുകൾ ഇസ്രായേൽ അയക്കുന്നത്. വളരെ കൃത്യം, പ്രിസൈസാണ്. അവരുടെ കൃഷി പോലും കൃത്യതയുടെ കൃഷിയാണ്. ഒരു തുള്ളി അവിടെ വെള്ളമൊന്നുമില്ല, ഒരു തുള്ളി വെള്ളം മാത്രം ജലസേചനം ചെയ്തുകൊണ്ടാണ് അവിടെ കൃഷി നടത്തുന്നത് അവർ. എന്നിട്ട് കേരളത്തിൽ നിന്ന്, ഇത്രയും വെള്ളമുള്ള കേരളത്തിൽ നിന്ന് പഠിക്കാൻ അവിടെ പോയി. നമുക്കറിയാമല്ലോ, ബുദ്ധി വൈഭവം. ആ ബുദ്ധി വൈഭവം കൊണ്ട് മാത്രം നിലനിൽക്കുന്ന രാജ്യമാണ് അവിടെ. എന്നിട്ട് ഇപ്പോൾ അമേരിക്കയുടെ കപ്പൽപ്പട അങ്ങോട്ട് വരികയാണ്. കാരണം ഹെസ്ബള്ളയും ഹമാസും ഒക്കെ യുദ്ധത്തിലേക്ക് പുറപ്പെട്ടാൽ ഇസ്രായേലിനെ രക്ഷിക്കും, ഇസ്രായേലിന് സ്വയം സംരക്ഷിക്കാനുള്ള അവകാശം ഞങ്ങൾ സംരക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോ ബൈഡനും അതുപോലെ കമലാ ഹാരിസും കൂടി ഈ കപ്പൽപ്പടയെ അയച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ അസമാധാനമല്ലേ, യുദ്ധഭൂമിയല്ലേ. പശ്ചിമേഷ്യ പണ്ട് മുതലേ ഇങ്ങനെ ആയിരുന്നു. പണ്ട് യുദ്ധം നടന്നിരുന്നു, അറുതിയില്ല. അന്നത്തെ കാലത്ത് ഈജിപ്റ്റ്, അതുപോലെ തന്നെ സിറിയ, അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ആ യുദ്ധം നടത്തിയത്. പക്ഷേ ഇസ്രായേൽ സ്വന്തം ബുദ്ധി വൈഭവം കൊണ്ട് പിടിച്ചു തന്നു. അതാണ് ഈ ജൂതവർഗക്കാരുടെ ഒരു ഗുണം. അവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും അവരവരുടെ ബുദ്ധി പ്രദർശിപ്പിക്കും. ആൽബർട്ട് ഐൻസ്റ്റൈൻ, അങ്ങനെ എത്രയോ പേരാണ് അവരുടെ ആ ബുദ്ധി വൈഭവം ലോകത്തിന് മുമ്പ്. അവരെവിടെ ചെന്നാലും ആ ബുദ്ധി കാണിക്കുക. ആ ബുദ്ധി തന്നെയാണ് ഇസ്രായേലിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ആ അയൺ ഡോം കൊണ്ട് അവർക്ക് ഇവിടെ നിന്ന് വരുന്ന അറ്റാക്കുകളെ എല്ലാം പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ സൈറനുകൾ മുഴങ്ങുന്നുണ്ട് അവിടെ. റോക്കറ്റുകൾ വരുമ്പോൾ സൈറനുകൾ മുഴങ്ങുന്നു. ആളുകൾക്ക് അകത്ത് കയറി ഇരിക്കേണ്ടി വരും. എന്ത് സുരക്ഷയാണ്? ജീവന ഭീഷണിയല്ലേ? അങ്ങനെ നിരന്തരമായിട്ട് ഇപ്പോൾ 9 മാസമായി ഈ ഇപ്പോഴത്തെ യുദ്ധം തുടങ്ങിയിട്ട്. അതുവരെ സമാധാനമായിരുന്നു. ക്യാമ്പ് ഡേവിഡ് കരാർ, അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളുമായിട്ട് കരാറിൽ ഏർപ്പെട്ടു. സമാധാനം തുടങ്ങിയ സമയത്ത് അങ്ങനെ ഇപ്പോൾ നിങ്ങൾ സൂഹിക്കേണ്ട എന്ന് പറഞ്ഞ ഹമാസ് തുടങ്ങിയ പരിപാടിയാണ്. അവിടെ ചെന്ന് 240 ആൾക്കാരെ ബന്ദികളായിട്ട് കൊണ്ടുവന്ന് അവരെ പലതരത്തിൽ പീഡിപ്പിച്ചുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ ലോകം മറന്നുപോയി. ഭർത്താക്കന്മാരുടെ മുമ്പിൽ തന്നെ ഇട്ടൊരു ബലാത്സംഗം ചെയ്തുകൊണ്ട് പലരും മരിച്ചുപോയി. അതിന്റെ തുടർച്ചയാണ്. അന്ന് ഇസ്രായേൽ പറഞ്ഞതാണ്, ഇത് ആരോ തുടങ്ങി വെച്ചത് അവർ തന്നെ അവസാനിപ്പിക്കണം, ഞങ്ങൾ അവസാനിപ്പിക്കുകയില്ല. പലവട്ടം ചർച്ചകൾ നടത്തും. ആന്റണി ബ്ലിങ്കൺ 10 തവണയാണ് അങ്ങോട്ട് വന്ന് ചർച്ചകൾ നടത്തിയത്. ചർച്ച നടത്തിയിട്ടൊന്നും ഹമാസ് അടുക്കുന്നില്ല, ബന്ധുക്കളെ വിട്ടുകൊടുക്കുന്നില്ല. അവരെ ചെയ്ത തെറ്റവർ തിരുത്തിയിരുന്നെങ്കിൽ പിന്നെ യുദ്ധം അവസാനിച്ചേനെ. അവർ ചെയ്യാതിരുന്നുകൊണ്ട് ഇസ്രായേലിന്റെ പിടിവാശിയാണ്. നമ്മളിപ്പോൾ എല്ലാ മലയാളത്തിലെ പത്രങ്ങളിലും കാണുന്ന അവർക്ക് നേരെ കിടന്ന അക്രമം, പാവപ്പെട്ട പിള്ളേർ കിടന്ന കാര്യം. നമുക്കും അതിൽ സങ്കടമുണ്ട്. ഇത് ആരാണ് വരുത്തി വെച്ചത്? ഇതിന്റെ കാരണഭൂതന്മാരാരാണ്? ഈ ഹമാസും ചുറ്റുമുള്ള ഈ പാലസ്തീൻ ആൾക്കാരുമാണ്. അവർക്ക് എന്തുകൊണ്ട് കൃഷി ചെയ്തും ഇസ്രായേലിനെ പോലെ നല്ല വ്യവസായങ്ങൾ അവിടെ വളർത്തിയും ഒക്കെ നല്ല പണക്കാരാവാൻ ശ്രമിക്കുന്നത്? അവർക്ക് വേണ്ട, അവർക്ക് മതം മതി.
മതം കൊണ്ട് മാത്രം ജീവിക്കുക, മതം കൊണ്ട് ഭക്ഷണം കഴിക്കുക, ആ സന്ദേശം ജനങ്ങൾ ലോകത്തല്ല. ഇപ്പം അറബ് രാജ്യങ്ങൾ പിന്തുണച്ചു. അവർക്കിപ്പോൾ ഉള്ളത് വർഗീയ താല്പര്യങ്ങളല്ല, സാമ്പത്തിക താല്പര്യങ്ങളാണ്. അതുകൊണ്ട് ഇതിനൊന്നും പിന്തുണയ്ക്കാൻ അവർ തയ്യാറല്ല. പിന്നെ അന്റോണിയോ ഗുട്ടറസ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് യുദ്ധം നിർത്തണം എന്ന് പറയുന്നുണ്ട്. ചിലരൊക്കെ അത് പറയുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളുകളിൽ ന്യൂയോർക്ക് ടൈംസ് പോലും തെറ്റായിട്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. BBC തെറ്റായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് അവിടെയുള്ള വസ്തുതാകഥനം ഇത് നമുക്ക് കിട്ടുന്നത് അവിടെയുള്ള മലയാളികളിൽ നിന്നാണ്. അവരിതിൻ്റെ പേരിൽ ഇസ്രായേലിൻ്റെ പക്ഷത്ത് തന്നെ തുറച്ചു നിൽക്കുകയാണ്. പക്ഷെ നമുക്ക് വേണ്ട. നമുക്ക് ഈ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാം അങ്ങ് പാലസ്തീൻ, യാസർ അറാഫത്ത് നല്ല മനുഷ്യനായിരുന്നു. ഹമാസ് അല്ലായിരുന്നു അത്തരം. പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഇന്നതെവിടെ? ഹമാസ് അവരെ നശിപ്പിച്ച് കുഴിച്ചുമൂടി. യാസർ അറാഫത്തിൻ്റെ ഓർമ്മ പോലും കുഴിച്ചുമൂടി. ഈ ഹമാസിനെ പിന്തുണയ്ക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ സമാധാന യോഗങ്ങളും ഒക്കെ സെമിനാറുകളും ഒക്കെ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ മലയാളികളുടെ അവസ്ഥ എന്താണ്? അവരിങ്ങോട്ട് വരുമ്പോൾ ഇസ്രായേലിലുണ്ടായിരുന്ന ആളെന്നുള്ള ഒരു പേരല്ലേ, ഒരു ദുഷ്പേരായിട്ടല്ലേ വരിക. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സഹായിച്ച് അവിടെ ജോലി ചെയ്ത് സഹായിച്ചവരെന്നല്ലേ വരിക. ചുറ്റും പാലസ്തീൻകാരുടെ ആക്രമണം, അവർക്ക് അതിൻ്റെ സത്യം ബോധിപ്പിക്കാൻ പറ്റുമോ? പലരും ഇത് ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നുണ്ട്. പക്ഷേ ആര് വിശ്വസിക്കാൻ? മാധ്യമങ്ങൾ എഴുതുന്നതാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. ഇസ്രായേൽ എന്തോ മഹാപാപം ചെയ്തു. അവർ സ്വയം പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അവൻ സ്വയം പ്രതിരോധിക്കുക, അതിന് പോലും അവകാശമില്ലേ ഒരു ജനതയ്ക്ക്? ഒരു ലോകത്തിലെ ഏറ്റവും ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു മതമല്ലേ? അവർക്കും എന്താണ് ഈ ന്യൂനപക്ഷ പ്രീണനത്തിന്റെ സുഖം കിട്ടുക? ഇതിങ്ങനെ ഈ സംഘർഷം നിലനിർത്തിക്കൊണ്ട് മറ്റെന്തോ ഒരു വലിയ ഗൂഢലക്ഷ്യം പിന്നെ ഇന്നല്ലെങ്കിൽ നാളെ കൈവരും എന്നുള്ള ചിന്തയിലായിരിക്കും ഇങ്ങനെ പോകും. അത് ആഗോള പാൻ ഇസ്ലാമിക് വേൾഡ് എന്നുള്ള സങ്കല്പം അതാണല്ലോ ബംഗ്ലാദേശിലെ ജമായത്തി ഇസ്ലാമിക്കും ഒക്കെ ഉള്ളത്. അതുപോലെ ഉള്ള ഒരു സങ്കല്പം, ആ സങ്കല്പത്തിലേക്കും ആ ലോകത്തിലേക്കുമുള്ള ഒരു പോക്കിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണിപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യത്തിൽ സംശയമില്ല. പക്ഷേ സത്യാനന്തര കാലത്ത് ലോകത്ത് നമ്മൾ അറിയുന്ന ഒന്നും സത്യങ്ങളല്ല. ഈ സത്യമൊന്നും പുറത്തു വരുന്നില്ല. നമ്മളെല്ലാം ഒരു പ്രത്യേക വീക്ഷണകോണിലൂടെയാണ് കാണുന്നത്. അതാണിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ദുഃഖകരമാണ്. നമ്മുടെ ഇസ്രായേലിലുള്ള ഇത് ഇസ്രായേലിലേക്ക് കുടിയേറ്റക്കാർക്ക് അത് തീർച്ചയായിട്ടും അവരുടെ സ്വൈര ജീവിതത്തിന് തടസ്സവുമാണ്.